ആലുവ പറവൂർ കവലയ്ക്ക് സമീപം അജ്ഞാതനെ കത്രിക കൊണ്ട് കുത്തിക്കൊലപ്പെടുത്തി കിച്ചൺ ഹോട്ടലിന് സമീപമാണ് കൊലപാതകം നടന്നത്. 70 വയസ്സ് പ്രായം തോന്നിക്കുന്നയാളാണ് കൊല്ലപ്പെട്ടത്. ഏഴിക്കര സ്വദേശി ശ്രീകുമാറാണ് കത്രിക കൊണ്ട് കുത്തിക്കൊലപ്പെടുത്തിയത്. വിവരങ്ങൾ സഹിൻ ആന്റണി നൽകും. കൊച്ചിയിൽ നിന്ന് സഹിൻ, എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്? ഈ ആരെയാണ് കൊലപ്പെടുത്തിയത് എന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്തെങ്കിലും ലഭ്യമാണോ? എന്തായിരുന്നു ഈ കൊലപാതകത്തിന് പിന്നിലെ കാരണം? സഹിൻ. അതിന് ഇന്ന് പുലർച്ചെ 5 മണിയോടുകൂടിയായിരുന്നു ഈ സംഭവം എന്ന് പറയേണ്ടി വരും. കാരണം പുലർച്ചെ ആളുകൾ ചായ കുടിക്കാനായി ഈ ഹോട്ടലിൽ എത്താറുണ്ട്. ആലുവ പറവൂർ റൂട്ടിലുള്ള കിച്ചൺ ഹോട്ടലിലാണ് ആളുകൾ എത്തിയിരുന്നത്. ഇവിടെ സ്ഥിരം വരുന്ന ഒരാളായിരുന്നു ഏഴിക്കര സ്വദേശി ശ്രീകുമാർ ഇന്ന് രാവിലെ അവിടെ എത്തുകയും ഈ അജ്ഞാതനുമായി ഇവർ ഒരുമിച്ചാണ് വന്നതെന്ന് പറയുന്നു. പക്ഷേ അയാളുടെ പേര് ഇതുവരെ പോലീസിന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇവർ പിന്നീട് തർക്കത്തിലാവുകയുമായിരുന്നു ഉണ്ടായിരുന്നത്. അത് കയ്യേറ്റത്തിലേക്ക് പോവുകയായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന കത്രിക ഉപയോഗിച്ച് ശ്രീകുമാർ ഇയാളെ കുത്തുകയായിരുന്നു. 3 കുത്താണ് ഇയാളെ ശ്രീകുമാർ കത്രിക ഉപയോഗിച്ച് കുത്തിയത്. ഉടൻ തന്നെ അയാൾ മരണപ്പെട്ടു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇപ്പോൾ ഈ മരണപ്പെട്ട ആളുടെ മൃതദേഹം ആലുവയിൽ താലൂക്ക് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ശ്രീകുമാറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇയാൾക്കെതിരെ കൊലപാതക കുറ്റവും പോലീസ് ചുമത്തിയിട്ടുണ്ട്. ആതിര, ശരി, ആലുവയിലാണ് ഇത്തരത്തിൽ അജ്ഞാതനെ കത്രിക കൊണ്ട് കുത്തി കൊലപ്പെടുത്തിയിട്ടുള്ളത്. സഹിനി, പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് പറയുന്നത്? ഇത് ആരെയാണ് ഈ കുത്തിയത്? അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിവരം ഈ ഘട്ടത്തിൽ ലഭ്യമാണോ? ഇതുവരെ ശ്രീകുമാറെ കുത്തുകൊണ്ട ആളുടെ പേര് പറഞ്ഞിട്ടില്ല. പക്ഷേ ഇവർ തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള പരിചയമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമോ ഉണ്ടായിരുന്നതായി പോലീസ് അക്കാര്യമാണ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പോലീസിന് അത്തരത്തിലുള്ള ഒരു സംശയവുമുണ്ട്. കാരണം ഇവർ ഒരുമിച്ചാണ് വന്നതെന്ന് കടക്കാരൻ മൊഴി നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പോലീസ് അക്കാര്യം പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇവർ തമ്മിൽ അവിടെ വെച്ച് കിച്ചൺ ഹോട്ടലിൽ വെച്ച് വാക്കുതർക്കം ഉണ്ടാവുകയായിരുന്നു. ആ വാക്കുതർക്കം പിന്നീട് കയ്യാങ്കളിയിലേക്ക് നീളുകയും അവിടെ ഉണ്ടായിരുന്ന ഒരു കത്രിക ഉപയോഗിച്ച് ശ്രീകുമാർ ഇയാളെ കുത്തിക്കൊലപ്പെടുത്തുകയുമായിരുന്നു. ശരി, ഇത്തരത്തിൽ കൊല്ലപ്പെട്ടത് ആരാണ് എന്നതിൽ അടക്കമുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. വാക്കുതർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത്. സഹിൻ ആന്റണിയാണ് വിശദാംശങ്ങൾ നൽകിയത്. ആലുവ പറവൂർ കവലയിൽ ഉണ്ടായ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം കാണാം. രാവിലെ ഇവിടെ ചായ കുടിക്കാൻ വന്നതിന് ശേഷം ഒരാൾ ചായ കുടിച്ചിട്ട് ആക്രി പെറുക്കാൻ പോയി. അയാൾ ആക്രി പെറുക്കിയിട്ട് മടങ്ങി വരുന്ന സമയത്ത് രണ്ടാമത്തെ അക്യൂസ്ഡ് എന്ന് പറയുന്ന ആൾ ഇവിടെ ചായ കുടിക്കാൻ വന്നു. ഇവർ ഒന്നിച്ച് നടക്കുന്നതാണ്. ഇന്നലെ മദ്യപിച്ച എന്തോ തർക്കം ഇവരുണ്ടായിരുന്നു. അപ്പോൾ അതിനെ സംബന്ധിച്ച് ഇരുവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് പിണങ്ങി തമ്മിൽ അടികൂടി കൂടിയിൽ പ്രതിയുടെ കയ്യിലിരുന്ന ഒരു കത്രി പോലെയുള്ള എന്തോ ഒരു മൂർച്ചയുള്ള ഉപകരണമാണെന്നാണ് പറയുന്നത്. കണ്ടിരുന്ന സാക്ഷി പറയുന്നത്. അത് വെച്ച് നെഞ്ചു ഭാഗത്തോട്ട് കുത്തിയിട്ടുണ്ട്. കുത്തതിന് ശേഷം അയാളെ കുറച്ച് നടന്നങ്ങോട്ട് മാറിയതിന് ശേഷം അവിടെ വീഴുകയാണ് ചെയ്തത്. പിന്നെ ഇത് കണ്ടിരുന്ന ആൾക്കാർ അപ്പോൾ തന്നെ ഒരു ആംബുലൻസ് വിളിച്ച് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ട് അത് പോലീസിനെ ഇൻഫോം ചെയ്തു. പോലീസ് വരുന്ന സമയത്ത് ഇയാൾ ഇവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന സമയത്ത് നാട്ടുകാർ തടഞ്ഞു നിർത്തി. അങ്ങനെ ഇപ്പം നമ്മൾ നിലവിൽ കസ്റ്റഡി എടുത്തിട്ടുണ്ട്. കൊലപാതകത്തിന് സാക്ഷിയായ ഒരു ദൃക്സാക്ഷിയുടെ പ്രതികരണം കൂടി കാണാം. സാറേ, ഉണ്ണി 5 മണിക്ക് അവിടെ വന്ന് ചായ കുടിക്കാൻ വേറെ വൈ, പിന്നെ ഒരാൾ അവിടെ വെള്ളം കുടിച്ചത് എനിക്കറിയില്ല. ഉണ്ണി അവിടെ പോയിട്ടുണ്ട് ഇത് റോഡ് ക്ലോസ് ആക്കത്തെ. അപ്പോൾ ഉണ്ണി കുറച്ച് മലയാളത്തെ സംസാരിച്ചതിന് ഉണ്ണി പറഞ്ഞ എൻ്റെ തേരി പറഞ്ഞു. ഉണ്ണി അവിടുത്തെ പോയിട്ട് ഉണ്ണി പറഞ്ഞ ആർക്കാണ് ഈ തേരി പറഞ്ഞത്. അപ്പോൾ ഉണ്ണി കൂടെ 2 പേര് ഇതായി ഫിക്സായി. ഞാൻ ഒരുമിച്ചിനെ പോയി. ഞാൻ പറഞ്ഞു അവിടെ തെരുവൊന്നും ആക്കല്ല, പ്രശ്നമൊന്നും ഉണ്ടാക്കല്ല. അവിടെ നമ്മളെ കറയുണ്ട് 24 hours. ഇനി അവിടെ പ്രശ്നം ഉണ്ടാക്കുന്ന വേറെ സ്ഥലത്ത് പ്രശ്നമാക്കി നമ്മളെ കഷ്ടവർ വരും, പിന്നെ പ്രശ്നം ഉണ്ടാക്കും, നമ്മളെ പറയാം. അപ്പോൾ ഫുൾ 2 പേര് ഇതുണ്ടായി, മടിയുണ്ടായി. അപ്പോൾ ഒരു പോക്കറ്റിലെ ചെറിയ കത്രി അങ്ങനത്തെ ഉണ്ടായി ഫുൾ കുത്തിയതിൻ്റെ. അപ്പോൾ വേറെ കസ്റ്റമർ വന്നു, തിരിച്ച് അവിടെ വന്നു.